നമസ്കാരം. അഭിപ്രായ സർവകളൊക്കെ എതിരാണ്. തോറ്റുകഴിഞ്ഞാൽ KPCCയുടെ അധ്യക്ഷ പദവി പോലും നഷ്ടമാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. വിയർപ്പൊഴുക്കിക്കൊണ്ട് വോട്ട് തേടുകയാണ് ഇപ്പോൾ സുധാകരൻ. കെ സുധാകരനെ വീഴ്ത്താൻ CPM സൈബർ പോരാളികളുടെ വാർ റൂം എന്ന് പറയപ്പെടുന്നത് വലിയ പ്രചരണ ആയുധമാക്കി ശക്തമാക്കി മുന്നോട്ട് പോകുന്നു. കണ്ണൂരിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കണ്ണൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് സിറ്റിംഗ് MP ആയിട്ടുള്ള കെ സുധാകരനാണ്. ആ സുധാകരനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് CPMന്റെ സൈബർ പോരാളികളുടെ വാർ റൂം പ്രചാരണം ശക്തമാക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് MP ആയിട്ടുള്ള കെ സുധാകരനെ വീഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് CPMന്റെ ലക്ഷ്യം. അങ്ങനെ CPMന്റെ സൈബർ പോരാളികളുടെ വാർ റൂം പ്രചാരണം എന്ന് പറയപ്പെടുന്നത് ശക്തമാക്കി അവർ മുന്നോട്ട് പോകുന്നു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുമ്പോൾ, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് ശക്തമാകുന്നതോടുകൂടി കെ സുധാകരനെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്നത് മാത്രമാണ് എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി തീപാറുന്ന നീക്കങ്ങൾ നടത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നു. പ്രതിയോഗികളെ രാഷ്ട്രീയപരമായിട്ട് തളർത്തുക എന്നുള്ള ഒരു രീതിയാണ് CPM പലപ്പോഴും അവലംബിക്കുന്നത്. വാർ റൂമുകൾ ഏറ്റവും സജീവവും കേന്ദ്രീകൃതമായ രീതിയിലും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം CPMന് വേണ്ടി തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വാർ റൂമുകളാണ്. കണ്ണൂരിലെ പെൻഷൻ പറ്റിയ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ CPM ഭരണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരുമൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങളുടെ ഫണ്ടാണ് പാർട്ടി ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് കണ്ണൂരിലേക്ക് ഒഴുകുന്നത്. ഓരോ മാധ്യമ സ്ഥാപനത്തിനും ഇതിനായി പ്രവർത്തിക്കുവാൻ പാർട്ടി ഫ്രാക്ഷനുകൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നുള്ള കാര്യവും മറന്നുപോകരുത്. പ്രധാനമായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരനെ വ്യക്തിഗതമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നു, അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നു. ഇത്തരം പ്രചരണങ്ങളെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ മണ്ഡലങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ വാർ റൂമുകളാണ് ഈ CPM ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആവട്ടെ, ഇവകളിലൂടെയൊക്കെ ഇത്തരം വാർത്തകളെ പ്രചരിപ്പിക്കുക. ഏറ്റവും ഒടുവിലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി എത്തപ്പെടുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന കെ സുധാകരന് തോൽക്കാനാണ് ആഗ്രഹമെന്നും അങ്ങനെ തോറ്റാൽ മാത്രമേ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുമാണ് ഏറ്റവും അവസാനമായി CPMന്റെ വാർ റൂമിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ തിരഞ്ഞെടുപ്പിന് ചൂടേറിയതോടുകൂടി പ്രചാരണ രംഗത്ത് വിയർപ്പൊഴുക്കി പ്രവർത്തിച്ചു വരികയാണ് കെ സുധാകരൻ. മാത്രമല്ല UDF പ്രവർത്തകരും അതിനോടൊപ്പം നിൽക്കുന്നു. എങ്ങനെയെങ്കിലും കണ്ണൂർ സീറ്റ് നിലനിർത്തുക എന്നത് തന്നെയാണ് സുധാകരൻ്റെ അഭിമാന പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. തോറ്റുകഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ സുധാകരൻ്റെ KPCC അധ്യക്ഷ പദവി പോലും ചിലപ്പോൾ AICC എടുത്ത് മാറ്റിയേക്കാം. ആ പദവി അവരെ ബാധിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എങ്ങനെയും വിജയിക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. നേരത്തെ സുധാകരൻ ജയിച്ചാൽ BJPയിലേക്ക് പോകുമെന്നൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തിടുക്കത്തിൽ CPM സൈബർ പോരാളികൾ പലപ്പോഴും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനായിട്ട് സുധാകരൻ്റെ ചില പഴയ വിവാദ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ വഴി അത് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ സുധാകരൻ അതിശക്തമായി പ്രതികരിച്ചതോടെയാണ് മുൻ കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി രഘുനാഥിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വീണ്ടും സുധാകരനെതിരെയുള്ള ഒളിയമ്പുകൾ ഈ പാർട്ടി മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് പാർട്ടിയിലെ വിശ്വസ്തനായിരുന്ന സി രഘുനാഥനെ പോലെ സുധാകരനും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് തന്നെ കെ സുധാകരനും ചേരുമെന്നുള്ളതായിരുന്നു ഈ വാർ റൂം പ്രചരണങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അത് മേശാതെ വന്നപ്പോഴാണ് മുസ്ലിം ലീഗ് സുധാകരന് വോട്ട് ചെയ്യില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രചരണം. PK കുഞ്ഞാലിക്കുട്ടി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതോടെയാണ് ആ വാദം പൊളിഞ്ഞ് പാളിസായിപ്പോയത്. ഇതും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴാണ് സുധാകരൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുന്നത് എന്നുള്ളതാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനും BJPക്കും വാർ റൂമുകൾ ഉണ്ടെങ്കിൽ കൂടിയും സുസംഘടിത ശക്തിയായി അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് CPMന്റെ വാർ റൂമുകൾ തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ സുധാകരനെ വരിഞ്ഞു മുറുക്കുകയാണ് സൈബർ ടീം. സൈബറിടത്തിൽ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അതിൻ്റെ പോരാളികളും. എന്നാൽ തനിക്കെതിരെയുള്ള സർവേ ഫലങ്ങൾ കാറ്റിൽ പറത്തുന്നതായി അല്ലെങ്കിൽ അതിനുവേണ്ടി വിയർപ്പൊഴുക്കി വോട്ട് തേടുകയാണ് കെ സുധാകരനെന്ന് സുധാകരൻ വാദിക്കുമ്പോഴും തൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹം ഇത്രമാത്രം കൊടും ചൂടും ശാരീരികമായിട്ടുള്ള അവശതകൾ അവഗണിച്ചുകൊണ്ടും വോട്ടർമാരെ കണ്ടിട്ടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ അടക്കം തന്നെ പറയുന്നത്. ഓടിച്ചാടി വോട്ട് പിടിക്കുന്ന കെ സുധാകരൻ്റെ ഷെഡ്യൂൾ എന്ന് പറയപ്പെടുന്നത് എന്നും അതിരാവിലെ തുടങ്ങി രാത്രി ഏറെ വൈകും വരെ അവസാനിക്കുന്നതാണ് എന്നാണ് അവരുടെ വാദം. ഉച്ചഭക്ഷണത്തിന് അല്പനേരമുള്ള ബ്രേക്കല്ലാതെ മറ്റ് വിശ്രമവേളകൾ തന്നെ സുധാകരനില്ല എന്ന് പറയപ്പെടുന്നു.
കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ അവിടെ ഈ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും IT രംഗത്തെ വിദഗ്ധരെയും ഒക്കെ സന്ദർശിച്ച് സുധാകരൻ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അവിടെ തന്നെ ചാല ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ, ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാഞ്ഞിരോട് നെഹ്റു ആർട്സ് എന്ന് പറയപ്പെടുന്ന പല പ്രസ്ഥാനങ്ങളിലും പല സ്ഥാപനങ്ങളിലുമൊക്കെ നടന്ന് അവിടെ സന്ദർശനങ്ങളൊക്കെ നടത്തി വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംവദിച്ച് വോട്ട് തേടുകയാണ്. ശബരി കമ്പനിയിലെ തൊഴിലാളികളുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം അവർ ഈ കാഞ്ഞിരോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തപ്പെടുന്നു. അവിടെ നെഹ്റു ടെക്നോ പാർക്കിലെത്തിയ സ്ഥാനാർത്ഥി IT മേഖലയിലെ തൊഴിലാളികളുമായിട്ട് സംവദിക്കുന്നു, അവരെ നേരിൽ കാണുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുധാകരൻ നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അപ്പോഴും സർവേ ഫലങ്ങളിൽ പുറത്താണ് സുധാകരൻ എന്നുള്ള കാര്യം സംശയമില്ല. അത് വാർ റൂമുകൾ തീർത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്ന് കാത്തിരുന്നത് കാണേണ്ടത് തന്നെയാണ്. പക്ഷേ സുധാകരൻ വിജയിക്കുക എന്ന് പറയുന്നത് ബാലികേറാമലയാകുന്ന ഒരു നിലയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഒരിക്കലും പരാജയപ്പെടാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ പോലും സുധാകരൻ്റെ മനസ്സിലുണ്ട് ഒരിക്കൽ പരാജയപ്പെടണമെന്ന്. ആ പരാജയം ഈ 2024 തന്നെ ആകട്ടെ എന്ന് തന്നെയാണ് സുധാകരൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതും. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി തുന്നിയിരിക്കുന്ന സുധാകരനും അതിനോട് ചേർന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ടാകും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറണമെന്നുള്ള മോഹമുണ്ടാകും. ആ മോഹം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ നേടിയെടുക്കുക എന്നതാണ് സുധാകരൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു. അത്തരത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ, തോൽവി ഉറപ്പാവുകയാണെങ്കിൽ എന്തായാലും സുധാകരന് മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണു നട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അഭിപ്രായ സർവേകളിൽ തന്നെ പരാജിതനായ സുധാകരൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇവിടെ പരാജയപ്പെട്ടാൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു തല്ലുകൂടാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് സുധാകരൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ സുധാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ ലോക്സഭയിലേക്ക് വിജയിക്കാതിരിക്കുവാനുള്ള സർവ്വശ്രമങ്ങളും നടത്തുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഇനി സർവ്വശ്രമങ്ങളും നടത്തിയില്ലെങ്കിൽ കൂടിയും അഭിപ്രായ സർവേകളിൽ സുധാകരൻ പുറത്തു തന്നെയാണ്, പരാജയപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാനുള്ള തേരോട്ടത്തിലും നെട്ടോട്ടത്തിലുമാണ് കോൺഗ്രസിലെ അണികളും സുധാകരനും. പക്ഷേ സുധാകരൻ എത്രയൊക്കെ ഓടിയിരുന്നാലും, എത്രയൊക്കെ ഇനിയുമുള്ള ദൂരം താണ്ടാൻ ശ്രമിച്ചിരുന്നാലും ഒരു വലിയ പരാജയം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമസഭയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവും നടക്കില്ല.